അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഈ അടുത്ത് ഒരു വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു ഉമ്മയും ബാപ്പയും ഒരു മകളെ MBBS അഡ്മിഷന് മുമ്പ് എൻ്റെ അടുത്ത് ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. എന്തുകൊണ്ടാ വരാൻ കാരണം എന്ന് വെച്ചാല്, ആ പെൺകുട്ടിക്ക് 2 ചെവിയും കേൾക്കില്ല, തീരെ കേൾക്കില്ല. അപ്പോ ഈ പെൺകുട്ടി ഒറ്റക്കിരുന്ന് വീട്ടിൽ നിന്ന് ഒരു എൻട്രൻസ് കോച്ചിങ്ങിനും പോകാതെ പഠിച്ച് അള്ളാന്റെ വലിയ അനുഗ്രഹം കൊണ്ട് തന്നെ നീറ്റ് എൻട്രൻസിന് നല്ല റാങ്ക് കിട്ടി, MBBS സീറ്റ് കിട്ടി. അപ്പോൾ എൻ്റെ അടുത്ത് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചോദിക്കാനാണ്, ഡോക്ടറെ ഈ MBBS കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റുമോ, നമ്മൾ ഈ സീറ്റ് ഒഴിവാക്കട്ടെ. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പേര് എത്രയോ കാശും കൊടുത്തിട്ടാണ് MBBS ഒക്കെ പഠിപ്പിക്കുന്നത്. അതേ അവസരത്തിൽ അതിൻ്റെ വലിയ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ MBBS കിട്ടിയിട്ട് പോലും അവർക്ക് വല്ലാത്ത വിഷമാണ്. പെൺകുട്ടിക്ക് തീരെ കേൾക്കില്ല. പക്ഷെ നമ്മൾക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹങ്ങൾ, ഒരു പരീക്ഷണം വരുമ്പോൾ അപ്പുറത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു കൊടുക്കും. ഈ പെൺകുട്ടിക്ക് ഒരു ബുക്ക് തുറന്നു വെച്ചാൽ തന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ ബൈഹാർട്ടാക്കിയിട്ട് +2 നല്ല മാർക്കോട് പാസ്സായിട്ട് എൻട്രൻസ് ഒരു കോച്ചിങ്ങിനും പോകാതെ തന്നെ കിട്ടി. വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോ എൻ്റെ അടുത്ത കുട്ടീനെ കൊണ്ടുവന്നു. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്തുകൊണ്ട് വെച്ചാല്, ഞാൻ ചോദിക്കുമ്പം ഒരു മറുപടിയും പറയാൻ പറ്റുന്നില്ല. വളരെ നിഷ്കളങ്കമായിട്ടൊരു പെൺകുട്ടിയാണ്. ഒരു വീട്ടിൽ നിന്ന് വരുന്ന, വളരെ ദരിദ്രമായ കുടുംബത്തിൽ നിന്ന് വരുന്നൊരു പെൺകുട്ടിയാണ്. ഞാൻ ചോദിക്കുന്ന ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. എനിക്ക് വല്ലാണ്ട് നെഞ്ച് കത്തിപ്പോയി. അള്ളാഹു ഞാൻ പ്രാർത്ഥിച്ചു. ആ കുട്ടിക്ക് വേണ്ടി ഒരു ജുമായിൽ പോലും ഒരുപാട് പ്രാർത്ഥിച്ചു. മറ്റുള്ളവരോടും പറഞ്ഞു എല്ലാവരും പ്രാർത്ഥിക്കണം. അള്ളാഹു ആ പെൺകുട്ടിക്ക് എത്രയും പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. MBBS മുഴുവനും പൂർത്തിയാക്കിയിട്ട് സ്വന്തം മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഏറ്റവും ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ല ഡോക്ടറാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. ഞാൻ പറഞ്ഞു കൊടുത്തു, ഞാൻ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തിട്ട് പറഞ്ഞു കൊടുത്തു, MBBS സീറ്റ് കിട്ടാൻ പ്രാപ്തരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നിങ്ങളൊരു ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഹിയറിംഗ് എയ്ഡ് വെച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. നിങ്ങൾക്ക് അല്ലാഹു നല്ല വലിയ ഡിഗ്രികളും ഇഹലോകത്തും പരലോകത്തും എല്ലാവിധ ദർജകൾ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് വിട്ടു. അൽഹംദുലില്ലാഹ് അവര് അവസാനം ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാനിതെന്തുകൊണ്ട് പറയുന്നു വെച്ച സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു അനുഗ്രഹമാണ് കേൾവി എന്നുള്ളത്. നിങ്ങൾ ഖുർആനും ഹദീസും എവിടെയൊക്കെ എടുത്തു വെച്ചാൽ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു എല്ലായിടത്തും സമഉം ബസർ, എപ്പോഴും കേൾവിയാണ് ഏറ്റവും ആദ്യം അല്ലാഹു എടുത്ത് ഉദ്ധരിക്കാറുള്ളത്. സൂറത്തുൽ ഇൻസാൻ അല്ലാഹു പഠിപ്പിച്ചു, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. എല്ലായിടത്തും എവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഖുർആനിലും ഹദീസിലും പോലും ഉണ്ട്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്രി. എല്ലായിടത്തും കേൾവിയാണ് അല്ലാഹു ആദ്യം എടുത്തുദ്ധരിക്കാറുള്ളത്. പിന്നെയാണ് കാഴ്ചയെ പറ്റി എടുത്തുദ്ധരിക്കാറുള്ളത്. അള്ളാന്റെ വലിയ അനുഗ്രഹമാണ് സഹോദരന്മാരെ എനിക്ക് നിങ്ങൾക്കൊക്കെ കേൾക്കാൻ പറ്റുക എന്നുള്ളത്. അല്ലാഹുവേ, ലോകത്തിൽ ഒരുപാട് ഇതൊക്കെ ഇല്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ മാത്രമാണ് കേട്ടോ എനിക്കും നിങ്ങൾക്കും കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ തിരിച്ചറിയുള്ളൂ. യഥാർത്ഥത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്റെ ഭ്രൂണത്തിൽ, ഗർഭപാത്രത്തിൽ ഏറ്റവും ആദ്യം ഉണ്ടാവുന്നതും കേൾവിയാണ്. കേൾവി ശക്തിയാണ് ഏറ്റവും ആദ്യം തന്നെ ഗർഭപാത്രത്തിൽ കുട്ടിക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയും, ഉമ്മയും ബാപ്പയും ഒരിക്കലും പോലും നിങ്ങൾ ഗർഭിണിയാവുമ്പോൾ മാതാപിതാക്കൾ വേണ്ടാത്ത വാക്കുകൾ ഉപയോഗിക്കരുത്. അനാവശ്യമായ കലമ്പ് ഉണ്ടാവരുത്, വീട്ടിൽ വഴക്കുണ്ടാവരുത്. ഉമ്മ, പ്രത്യേകിച്ച് ഗർഭിണിയായ ഉമ്മകളൊന്ന് ദയവ് ചെയ്ത് നിങ്ങൾ സീരിയലും പാട്ടും ഇതൊന്നും TV-ന്റെ മുന്നിൽ ഇരിക്കരുത്. എന്തുകൊണ്ട് വെച്ചാൽ കുട്ടി ജനിക്കുമ്പോൾ തന്നെ കേൾക്കുന്നത് വേണ്ടാത്തതാണ് കേൾക്കുന്നത്. നിങ്ങൾ അതേ അവസരത്തിൽ നിങ്ങൾ വീട്ടിൽ കാറിൽ ഇടയ്ക്കിടയ്ക്ക് ഖുർആൻ വെച്ചോളൂ. വീട്ടിൽ ഖുർആൻ ഖിറാഅത്ത് കേൾക്കട്ടെ. കുട്ടി ജനിക്കുന്നാട്ടി മുമ്പ് തന്നെ ഖുർആൻ കേട്ട് വരട്ടെ. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കാതുകൾ പറഞ്ഞ അള്ളാന്റെ വലിയ അനുഗ്രഹമാണ്, വലിയ തൗഫീഖാണ്. അത് വളരെ സൂക്ഷിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കണം. നല്ല വാക്കുകൾ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ, നല്ലത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ഖുർആൻ ഒരുപാട് കേൾക്കട്ടെ സഹോദരന്മാരെ കാതുകളിലൂടെ. ഇത് അത്ര കേൾവി എന്നുള്ളത് അള്ളാന്റെ വലിയൊരു അനുഗ്രഹമാണ്.
ഈ കേൾവിനെ കൂടത്തെ നമ്മളൊരു മനസ്സിലാക്കേണ്ട, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട ഏറ്റവും നല്ലൊരു സൽസ്വഭാവം എന്താണെന്ന് വെച്ചാല്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല ഒരു ലിസണർ ആവുക എന്നുള്ളതാണ്. നല്ലൊരു കേൾവിക്കാരനും കൂടി ആകുക എന്നാണ് ഏറ്റവും വലിയ ആവശ്യം. ഒരു മനുഷ്യന് എത്രത്തോളം നമ്മൾക്ക് കേൾക്കാനുള്ള കരുത്തുണ്ട്, ക്ഷമയുണ്ട്, ആ മനുഷ്യനെ എല്ലാവരും ഇഷ്ടപ്പെടും. നിങ്ങൾ യഥാർത്ഥത്തിൽ വീട്ടിൽ പോയി കഴിഞ്ഞാല്, നിങ്ങള് ഒരു ഭർത്താവാണ്, വലിയ ഹാപ്പിയാണെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഒരുപാട് റേഡിയോ പറയുന്ന പോലെ അങ്ങോട്ട് പറയുകയല്ല വേണ്ടത്. മറിച്ച് നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. വീട്ടിലെ ഭാര്യന്റെ അടുത്ത് പോയിട്ട് ഭാര്യന്റെ വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ സഹോദരന്മാരെ. ഭാര്യക്ക് ഒരുപാട് നിങ്ങളോട് സ്നേഹം തോന്നും. അതല്ലാതെ നമ്മളൊരു ഭർത്താവ് എന്ന നിലക്ക് വെറും ഒരു അടിച്ച് നമ്മളെ കുറെ ഉപദേശങ്ങൾ നൽകുക, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇസ്തിരി എടുക്കൂ, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കൂ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഉപദേശിക്കുക, ആജ്ഞാപിക്കുക അല്ല ചെയ്യേണ്ടത്. മറിച്ച് ഭാര്യന്റെ അവകാശങ്ങളും ഭാര്യന്റെ കാര്യങ്ങളും കേൾക്കാനുള്ള ക്ഷമ ഉണ്ടാവണം. അങ്ങനെ ആകുമ്പോൾ ഞാനും നിങ്ങളെ ഏറ്റവും നല്ല ഭർത്താവാകും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വലിയ ഹാപ്പിയാണ്, ഞാൻ വലിയ അഹങ്കരിച്ച് നടക്കുകയല്ല ചെയ്യേണ്ടത്. മക്കളോട് എന്തുകൊണ്ട് പഠിക്കാത്തത്, മക്കളെ ചീത്ത പറയുക, A+ കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ ചീത്ത പറയല്ല വേണ്ടത്. മറിച്ച് അവരുടെ കൂടെ സമയം ചെലവഴിച്ച് അവരുടെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക, അവരുടെ വിഷമങ്ങൾ കേൾക്കുക, അവരുടെ ആവശ്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നല്ലൊരു ലിസണർ ആവണം, നല്ല കേൾക്കാനുള്ള ക്ഷമ ഉണ്ടാവണം. നമ്മളൊക്കെ ഡോക്ടർമാരാണ്. അപ്പോ യഥാർത്ഥത്തിൽ ഡോക്ടർമാരാകുമ്പോൾ ഞാൻ എപ്പോഴും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും, ഏറ്റവും നല്ല ഡോക്ടർ ആരാണെന്ന് വെച്ചാല് ഏറ്റവും നല്ല ഗുഡ് ലിസണറാണ്. ഓരോ പേഷ്യന്റ് വരുമ്പോൾ ആഗ്രഹിക്കുന്ന അവരെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കേൾക്കുക എന്നുള്ളതാ. ഞാൻ എപ്പോഴും മക്കൾക്ക്, സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുക്കും, മക്കളെ നല്ല ഡോക്ടർ ആവണമെങ്കിൽ നല്ലൊരു മനസ്സുണ്ടായാൽ മതി, നല്ല കേൾക്കാനുള്ള ക്ഷമയുണ്ടായാൽ മതി, നല്ലൊരു നാവുണ്ടായാൽ മതി, കുറച്ച് ബുദ്ധി ഉണ്ടായാൽ മതി. രോഗികളൊക്കെ ഇഷ്ടപ്പെടും. നമ്മളൊക്കെ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ നമ്മൾ വലിയ കാര്യങ്ങളൊന്നുമില്ല പറഞ്ഞിട്ട് നമ്മൾ അവരെ ആശ്വസിപ്പിക്കുക. അവരെ വിഷമങ്ങൾ ഒന്ന് കേട്ടിരിക്കാനുള്ള സമയം ക്ഷമയും പോലും ഡോക്ടർമാർക്ക് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് വെച്ചാൽ വീട്ടിലൊരു 100-200 പേഷ്യൻസ് ഉണ്ടാവും. ഇവരൊക്കെ നോക്കി തീർക്കണം, ഇവരൊക്കെ ഫീസ് നമുക്ക് കിട്ടണം. എന്നിട്ടോ നമ്മൾ ആകെ ഓരോ പേഷ്യന്റെ മേത്ത് മാക്സിമം കൂടി വന്നാൽ ഒരു 5 മിനിറ്റ് അത്രയും കൂടി സമയം ചെലവഴിക്കുന്നില്ല. ഉടനെ മരുന്ന് എഴുതി അങ്ങ് വിടുക. ഒന്ന് നമ്മൾ മാറുന്ന സഹോദരന്മാരെ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാനുള്ള ഒരു സന്മനസ്സെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ, അള്ളാഹു ഒരുപാട് പ്രായമുള്ള വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളുണ്ട്. അവർക്ക് നമ്മളെ ഒരുപാട് പൈസ കൊടുക്കല്ല ചെയ്യേണ്ടത്. അവർക്ക് കാശ് കണ്ടമാനത് എല്ലാ മാസം അയച്ചു കൊടുക്കുക, ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കുക അല്ല ചെയ്യേണ്ടത്. അവരേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ട് അവര് പറയുന്നത് കേൾക്കാനുള്ള മക്കളാവണം നമ്മൾ. ചിലപ്പോൾ അവർ പറയുന്നൊക്കെ എന്തൊക്കെയോ ആയിരിക്കും, ചിലപ്പോൾ പ്രായമായിട്ടുണ്ട്, അവര് തമ്മിൽ വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ഇന്നത്തെ ലോകത്തെ പറ്റി ഒന്നും പരിചയം ഉണ്ടാവില്ല. അവർക്ക് ATM കാർഡിനെ പറ്റി അറിയണ്ടാവില്ല, അവർക്കൊന്നും അറിയണ്ടാവില്ല, അവർക്ക് ഐപാഡിനെ പറ്റി ഒന്നും അറിയണ്ടാവില്ല, ഫേസ്ബുക്കിനെ പറ്റി ഒന്നും അറിയണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും അവർക്ക് അവരുടെ പഴയ കാലം അവർക്ക് പ്രാധാന്യമാണ്. അവരുടെ ചെറുപ്പത്തിൽ നടന്ന സംഭവങ്ങൾ അത് പിന്നെയും പറയും. ഒരു 10 പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും, എന്നാലും പോരാ, നമ്മൾ കേട്ടിരിക്കണം. അത് ഒരു ഇബാദത്തായിട്ട് തന്നെ എടുക്കണം സഹോദരന്മാരെ. മാതാപിതാക്കളുടെ വിഷമങ്ങളാവട്ടെ, മാതാപിതാക്കളുടെ പഴയ കഥകളാവട്ടെ, നമ്മളൊരു 100 തവണ കേട്ടാൽ പോലും 101ാമത്തെ തവണയും നമ്മൾ കേട്ടിരിക്കണം. അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് ഞാനും നിങ്ങളൊക്കെ നല്ല മക്കളാവുള്ളൂ. എല്ലായിടത്തും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല 2 കാതുകളും 1 നാവാണ് തന്നത്. 2 കാതുകൾ 2 കണ്ണുകൾ, 1 നാവേ തന്നിട്ടുള്ളൂ. എന്തിനു വേണ്ടി? ഒരുപാട് കേൾക്കാനും കാണാനും, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് കാണാനും, നല്ലത് കാണാനും. എന്നാ സംസാരം നമ്മൾ കഴിയുന്നത്ര കുറയ്ക്കണം നമ്മൾ. ഇനി ശ്രദ്ധിച്ചു നോക്ക്, നിങ്ങൾ മതപരമായ ഏതെങ്കിലും ക്ലാസ്, ജുമാ കുത്തുബ, ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന, അള്ളാഹു പറഞ്ഞതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിലേറ്റവും നല്ലത് പിൻപറ്റി ജീവിക്കുക. എല്ലാവരിൽ നിന്ന് നല്ലത് എടുക്കുക. നമ്മൾ ഇന്നത്തെ കുഴപ്പങ്ങളല്ലോ, നമ്മളൊരു സംഘടനയിൽ ചേർന്ന ഈ സംഘടനയുടെ പണ്ഡിതന്മാരെ ക്ലാസ് മാത്രമേ കേൾക്കുള്ളൂ. ഇന്ന് അൽഹംദുലില്ലാ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് എല്ലാവരുടെയും കേൾക്കുന്നുണ്ട്. അൽഹംദുലില്ലാ എല്ലാവരുടെയും കേട്ടോളൂ. അതിലുള്ള നല്ലത് മാത്രം എടുത്താൽ മതി. അതിലുള്ള ചീത്ത വേണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പറയാൻ പറ്റണേ ദയവ് ചെയ്ത് ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞാൽ മതി.
അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുന്ന സഹോദരന്മാരെ, ക്ലാസ്സുകളും എന്തുമാവട്ടെ ശ്രദ്ധിച്ച് നല്ലൊരു കേൾവിക്കാരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. ഇനി പോട്ടെ, സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കല്യാണ സദസ്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളിപ്പോൾ യാത്ര ചെയ്യാണ് ബസ്സിൽ അതല്ലെങ്കിൽ ഓട്ടോയിൽ പോയി, ചിലപ്പോൾ നമുക്കറിയാം ഓട്ടോയിലൊക്കെ പോകുമ്പോൾ ചില ഓട്ടോ ഡ്രൈവർമാർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും, രാഷ്ട്രീയം പറയും, മറ്റേത് പറയും. പാവം, അവർക്ക് സംസാരിക്കാൻ ആരുമില്ല, അവർക്ക് അവരുടെ വാക്കുകൾ കേൾക്കാൻ ആരുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാന്യമായിട്ട് കേൾക്കുക, തലയാട്ടുക, അതെ ശരി, അതെ ശരിയാണ്, ശരിയാണ്, അങ്ങനെ കേൾക്കുക സഹോദരന്മാരെ. അങ്ങനെ കേട്ട് നോക്ക്. നമ്മൾക്ക് മറ്റുള്ളവർക്ക് നമ്മളെ വെച്ച് ഒരുപാട് ബഹുമാനം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. ഇന്ന് എല്ലാവർക്കും പറയാനാണ് ഇഷ്ടം, പറയാനാണ് ഇഷ്ടം. രാഷ്ട്രീയക്കാരാവട്ടെ, സാമൂഹ്യ സേവനം ചെയ്യുന്ന ഒരുപാട് പേരട്ടെ, അവരൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയണം എന്നാണ് ആഗ്രഹം. അത് കേൾക്കാനെന്ന ആൾക്കാർ വേണം. ഇന്ന് എല്ലാവർക്കും കേൾവിക്കാർ വേണം. ഇതിപ്പോ നോക്ക്, പ്രസംഗം കൂടി അങ്ങനെയാണല്ലോ. ഇന്ന് പ്രസംഗം പോലും സമ്മേളനത്തിനൊക്കെ കേൾക്കാൻ ആൾക്കാർ വേണം. അപ്പൊ നമ്മൾ ഏറ്റവും നല്ലൊരു സ്വഭാവമാണ് സഹോദരന്മാരെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരൊക്കെ എന്തൊക്കെ പ്രശ്നം വരുമ്പോഴും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കും. ശ്രദ്ധയോടെ, നമ്മളൊരു കാപട്യത്തിന്റെ ചെവിയല്ല, ശ്രദ്ധയോടെ കേട്ടിരിക്കും സഹോദരന്മാരെ. ഒരു പണ്ഡിതൻ പറയാ, പണ്ടൊരു പണ്ഡിതന്, നമ്മൾക്കിപ്പോ ഒരു പ്രത്യേകിച്ചും പറയാം, ദീനി വിജ്ഞാനമൊക്കെ ആൾക്കാർക്ക് കുറെ അൽഹംദുലില്ലാ വർദ്ധിച്ചു വരുന്നു. അപ്പം എല്ലാവർക്കും അവനവന്റെ ദീനി വിജ്ഞാനമൊക്കെ ചിലപ്പോൾ സദസ്സിൽ പോകുമ്പോൾ പറയും, ഇത് അങ്ങനെ ആയത്തുണ്ടല്ലോ, ഹദീസുണ്ടല്ലോ, ശരി, അത് കേട്ടിരിക്കുക. നമ്മള് കേട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും മറ്റു മനുഷ്യൻ പറയുന്നത്. നമുക്ക് 100% അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും മറ്റേ മനുഷ്യൻ പറയുന്നത്. എന്നാൽ പോലും നമ്മളത് കേട്ടിരിക്കുക. അവരിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ ശേഷം മാന്യമായിട്ട് നിങ്ങൾ അങ്ങോട്ട് പ്രതികരിക്കുക. അതുകൊണ്ട് എപ്പോഴും നല്ലൊരു കേൾവിക്കാരായിട്ട് നമ്മൾ മാറുക. അങ്ങനെ ആകുമ്പോൾ എന്നെയും നിങ്ങൾ ഒരുപാട് പേര് സ്നേഹിക്കും സഹോദരന്മാരെ. അവസാനിപ്പിക്കുന്നതായിട്ട് മുമ്പ് എല്ലാവരോടും, ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളോടും, മുസ്ലിം സമുദായത്തോടും മനുഷ്യ സമുദായത്തിനോടും രണ്ട് കാര്യങ്ങൾ. മരണത്തിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക. എനിക്ക് നിങ്ങൾക്കൊക്കെ സംസാരിക്കാൻ ഇഷ്ടമാണ്, ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ടത് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനോടാവട്ടെ, എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യ സമുദായത്തിനോട് മൊത്തമാണ്, കേൾക്കുന്ന ഓരോ വ്യക്തികളോടാണ് പറയുന്നത്. ഒന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ സൃഷ്ടാവ് ഏകനായ പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് സംസാരിച്ച് അത് ശീലിക്കുക. നമ്മുടെ വിഷമങ്ങളൊക്കെ നേരിട്ട് അങ്ങ് പറയുക. നമുക്ക് സന്തോഷം വരുമ്പോൾ ഒരുപാട് സ്തുതിക്കുക. ഈ നേരിട്ട് നിങ്ങൾ ഒരുപാട് അള്ളാഹുവിനോട് സംസാരിക്കുക സഹോദരന്മാരെ. അങ്ങനെ ആകുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് പിന്നെ ജനങ്ങളോട്, മനുഷ്യന്മാരോട് എൻ്റെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഇങ്ങനെ പറഞ്ഞ് തീർക്കേണ്ട ആവശ്യം വരില്ല. എന്തുകൊണ്ട്? എനിക്ക് എൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ട് കേൾക്കാൻ, എപ്പോഴും ഉണ്ട് കേൾക്കാൻ. അതുകൊണ്ട് എപ്പോഴും ആ കേൾവിയിൽ നമ്മൾ ഒരുപാട് ആസ്വദിക്കണം. പോരാ, രണ്ടാമത്തത് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നുണ്ട്. അതാണ് അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ ഖുർആൻ എന്നുള്ളത്. വിനീതമായി നിഷ്കളങ്കമായി വളരെയധികം സ്നേഹത്തിന്റെ ഭാഷയിൽ ഓരോരുത്തരും എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഇന്ന് തൊട്ട് എൻ്റെ ഒരൊറ്റ പ്രസംഗം കേട്ടിട്ടില്ലെങ്കിലും പോലും ഒരു കുഴപ്പമില്ല. മറിച്ച് ദയവ് ചെയ്ത് മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടും ഒരുപാട് കാര്യങ്ങൾ വളരെ സ്നേഹത്തില് പറഞ്ഞു തരുന്നുണ്ട് സഹോദരന്മാരെ. ഒന്ന് നമ്മൾ കേൾക്കാൻ തയ്യാറാവുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന ഓരോ വ്യക്തികളും സംസാരിക്കുന്ന എനിക്കും എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നിട്ട് തരട്ടെ. അല്ലാഹു നമ്മൾക്ക് ഒരുപാട് നല്ലത് കേൾക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റാനുള്ള വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് ഹിദായത്തിന്റെ വാതിലുകൾ തുറന്നിട്ട് തരട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഈമാൻ ഒരുപാട് വർദ്ധിച്ചു തരുമാറാകട്ടെ. ഏറ്റവും ഭംഗിയായ ഈമാന്റെ അവസ്ഥയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് നൽകി അല്ലാഹു നമ്മൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.